സുധി നിധിയുടെ കൈയും പിടിച്ച് ആ കവലയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിധിയോട് ചോദിക്കും, ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞത്, കാണിച്ചതാ. നിധി നീതുവിൻ്റെ അനിയനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. സുധി അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ പറയും, ഇനിയും വിളിക്കും ഞാനങ്ങനെ. സുധി അവനെ അവിടെ ഇട്ട് അടിക്കുകയാണ്. അവൻ്റെ കൂടെ വന്ന ആൾക്കാരെ സുഭാഷും നികേഷും അവിടെ ഇട്ട് അടിക്കുകയാണ്. നിധി സുധിയോട് പറയുന്നുണ്ട്, അടിച്ചവൻ്റെ പല്ല് കൊഴിക്ക്. സുധിക്കാണെങ്കിൽ അവനെ എത്ര അടിച്ചിട്ടും ദേഷ്യം തീരുന്നില്ല. ആ സമയത്ത് ഹരീഷും കൂടെ അങ്ങോട്ട് വരും. പിന്നെ അവരെല്ലാവരും കൂടി അവരെ അടിക്കുകയാണ്. അച്ഛൻ സൈക്കിളിൽ അങ്ങോട്ട് വന്നിട്ട് നിധിയോട് ചോദിക്കും, എന്താ മോളെ പ്രശ്നം. നിധി കാര്യം പറയുമ്പോൾ അച്ഛൻ ആ നാട്ടുകാരോട് ചോദിക്കും, നാണം ഉണ്ടോടാ നിങ്ങൾക്കൊക്കെ, ഒരു പെൺകുട്ടിയെ ഇവിടെ ഇട്ട് അപമാനിച്ചിട്ട് നോക്കി നിൽക്കായിരുന്നല്ലേ. സുഭാഷേ, അടിച്ചോടിക്കടാ അവന്മാരെ. നീതുവിൻ്റെ അനിയനെ അടിച്ച് നിധിയുടെ മുന്നിലിട്ട് മാപ്പ് പറയിക്കുകയാണ്. എന്നിട്ട് അവന്മാരെയൊക്കെ അടിച്ച് ഓടിക്കുക അവിടുന്ന്. വീട്ടിലെത്തി കഴിഞ്ഞിട്ടും സുധിയുടെ ദേഷ്യമൊന്നും തീരുന്നില്ല. നികേഷ് പറയും, അവൻ മുമ്പേ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, എനിക്ക് അന്നേ തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഏടത്തി വേണ്ടെന്ന് പറഞ്ഞിട്ടാ. സുഭാഷ് പറയും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് പറയണ്ടേ. സുധീഷ് പറയും, അവൻ്റെ കാല് തല്ലി ഓടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. നിധിക്ക് എന്തിന്, അവനെ അത്രയ്ക്ക് അടിച്ചില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ പോലീസ് കേസ് ആവാനോ. ഹരീഷ് നിധിയോട് സോറി പറയണ്, ഏടത്തി ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നിധി പറയേ, അങ്ങനെയൊന്നുമല്ലടാ. സുഭാഷ് പറയൂ, ഹരീഷേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവനൊരു വൃത്തി കേട്ടാനാ, അതിന് നീ എന്ത് ചെയ്യാനാ. നീ നീതുവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് കരുതി അവൻ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്. നികേഷ് നിധിയോട് ഇപ്പോൾ വിഷമമുണ്ടോയെന്ന് നോക്കുമ്പോൾ നിധി പറയും, ഇല്ല എൻ്റെ വിഷമമൊക്കെ തീർന്നു, എനിക്ക് വേണ്ടി നിങ്ങളവനെ അടിച്ചില്ലേ, ഇനിയൊരു പെൺകുട്ടിയോടും അവനിങ്ങനെ പെരുമാറില്ല. നീതു വീട്ടിൽ ടി വിയിൽ പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആസ്വദിക്കുന്നത് കാണുമ്പോൾ അമ്മ ഒന്ന് ഓഫാക്കും. നീതുവിക്ക് എന്താ അമ്മ ഇത്, ടി വി കാണാനും പറ്റില്ലേ. അമ്മ പറയും, നീ ആരെ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം, പോയി പണിയെടുക്കടേ. ആ സമയത്ത് അവളുടെ അനിയൻ സ്കൂട്ടറിൽ അങ്ങോട്ട് വരികയാണ്. അമ്മ ഇത് കാണുമ്പോൾ തന്നെ, അയ്യോ എന്ത് പറ്റി എൻ്റെ മോന്. അവനെ പിടിച്ച് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തും. എന്നിട്ട് പറയും, ബൈക്ക് ഓടിക്കുമ്പോൾ നോക്കി ഓടിക്കണ്ടേ മോനെ. അവൻ പറയും, ബൈക്കിൽ നിന്ന് വീണൊന്നുമല്ല അമ്മേ, ഇവള് കാരണം ഇതൊക്കെ ഉണ്ടായത്, ഇവളുടെ കാമുകനും അവരുടെ ചേട്ടന്മാരും കൂടെ എന്നെ അടിച്ചത്. അമ്മ പറയും, ആണോ, അവന്മാരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അച്ഛനും പറയും, നമുക്ക് ഇപ്പം തന്നെ പോയി ചോദിക്കണം. നീതു പറയും, എന്താ സംഭവിച്ചതെന്ന് ആദ്യം തിരക്ക്, ഒരു കാര്യമില്ലാതെ ഇവനെ അവർക്ക് അടിക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ പെങ്ങളോട് ഇനി സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിന് അവന്മാരൊക്കെ കൂടി എന്നെ അടിച്ചത്. അമ്മ പോയിട്ട് അയൽക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവരികയാണ്. അയൽക്കാർ പറയും, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യണം. അമ്മ പറയും, നിൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസിലില്ലേ, ഒന്ന് പറ. അവർ ഓട്ടോയോ എടുത്തിട്ട് ഭാസ്കരൻ്റെ വീട്ടിലോട്ട് വരികയാണ്. നീതുവിൻ്റെ അച്ഛൻ ഭാസ്കരാന്ന് വിളിക്കും. അവർ ഇറങ്ങി വരുമ്പോൾ നീതുവിൻ്റെ വീട്ടുകാരുടെ കൂടെ കൗൺസിലറും ഉണ്ടാവും. അടിച്ചതിനെ ചൊല്ലി സംസാരിക്കുമ്പോൾ സുധീഷ് പറയും, എൻ്റെ ഭാര്യയെപ്പറ്റി വേണ്ടാത്തരം പറഞ്ഞാൽ ഇനി അടിയുള്ളൂ. കൗൺസിലർ ചോദിക്കും, എൻ്റെ മുന്നിൽ നിന്നാണോ നിങ്ങളുടെ ഭീഷണി. അച്ഛൻ പറയും, താൻ എൻ്റെ മുറ്റത്ത് വന്ന് എന്നെ പഠിപ്പിക്കേണ്ട. അപ്പുറത്ത് 4 ദിവസമായിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടല്ലോ, അത് ശരിയാക്കിയോ. ആ കോളനിയിലെ കക്കൂസ് മാലിന്യമൊക്കെ മറ്റുള്ള കിണറിലേക്കാണ് പോകുന്നത്, താൻ ആദ്യം അതൊക്കെ ശരിയാക്ക്. കൗൺസിലർ പറയും, ഇവരെൻ്റെ വാർഡിലെ ആൾക്കാരാ, ഇവരുടെ പ്രശ്നങ്ങളും എനിക്ക് പ്രധാനമാണ്. നീതുവിൻ്റെ അമ്മ പറയും, നിങ്ങൾക്കെതിരെ പോലീസ് കേസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്, പോലീസ് ഇപ്പോൾ വരും. സുഭാഷ് കൗൺസിലറോട് പറയും, നിങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുന്നതിന് മുന്നേ എന്താ സംഭവിച്ചതെന്നൊന്ന് ചോദിച്ചു നോക്കണ്ടേ. അച്ഛൻ പറയും, എടാ സുധീഷേ, എങ്ങാനും പോലീസ് വന്ന് നിന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ പോകുന്ന പോക്കിൽ ഇവൻ്റെ ആ കാലുകൂടെ അങ്ങ് തല്ലിയൊടിച്ചേക്ക്, ഞാൻ പുതുതായിട്ട് വാങ്ങിയ മഴുവിൻ്റെ താഴെയുണ്ട് കാലത്ത്. സുധീഷ് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. കൗൺസിലർ വയ്ക്കും, എൻ്റെ മുന്നിൽ നിന്നാണ് നിങ്ങളുടെ വധഭീഷണി. ആ സമയത്ത് പോലീസ് ജീപ്പ് അങ്ങോട്ട് വരികയാണ്.